ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. 1, 2, 3 ഈ 3 കാർഡ്സ് അല്ലെങ്കിൽ 3 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവിൽ ചോദിച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഒരു ചിത്രം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം ഏതാണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം ഇതിൽ ഏതാണ്, മാറ്റിയും തിരിച്ചൊന്നും എടുക്കരുത്. ഏതാണ് നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നത് അതെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്താൻ 3 കാർഡ്സും കാണാൻ വേണ്ടി ശ്രമിക്കുക. 3 കാർഡ്സും നിങ്ങൾ കാണണം, 3 ചിത്രവും നിങ്ങൾ കാണണം. ഇത് പൈൽ റീഡിംഗ് അല്ല, 3 ചിത്രവും നിങ്ങൾക്കുള്ള തന്നെയാണ്. എന്നിട്ട് ഇതിൽ ഏത് കാർഡ് വഴിയാണ് നിങ്ങളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങളെ മാക്സിമം ചേഞ്ച് ആകാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഓക്കെ ആണോ എന്ന് എല്ലായിടത്തും ചോദിക്കാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് അതെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, ഇതിൽ ഏത് ചിത്രത്തിൻ്റെ സിറ്റുവേഷൻ വഴിയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് 3 ചിത്രമുണ്ട്, 3 കാർഡ്സ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സെലക്റ്റീവ് കാർഡാണ്. സോ ഇത് ഏത് റൂട്ടിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ചിത്രത്തിൻ്റെ പാതയിലോട്ടാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബോധം വേണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം എനിക്കുള്ളത് കൊണ്ടും യൂണിവേഴ്സ് എന്നെ പറഞ്ഞു വിട്ട് എന്നെ ഇൻറ്റ്യൂട്ടീവിലേക്ക് കണക്ട് ചെയ്ത് ഇതെല്ലാം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞ് വിടുന്നതിന് യൂണിവേഴ്സലിനൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ ചേഞ്ച് ആവണം, ഒരുപാട് മാറ്റം ഉണ്ടാവണം, ഒരുപാട് ആൾക്കാർ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. സോ യൂണിവേഴ്സ് പറയുന്ന കാര്യം എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ 3 ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാറ്റിയും മറിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഏതാണ് നിങ്ങളുടെ ചിത്രവും, അല്ലെങ്കിൽ ഈ ചിത്രങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു റീഡിങ് 1, 2, 3 ആയിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു പൈൽ റീഡിങ്, ഇത് തന്നെ ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ് ആണെന്നൊന്നും പറഞ്ഞില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് 3-ൽ നിന്നും നിങ്ങൾക്കൊരു പടം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ ചിത്രം അല്ലെങ്കിൽ ആ റീഡിങ് ഏതാണെന്ന് നോക്കുക. അത് നിങ്ങൾക്ക് മാറ്റാം, മറിക്കാം. അല്ലെങ്കിൽ ഞാൻ അത് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, കാരണം ഇത് ട്വിസ്റ്റ് അല്ലെങ്കിൽ ഇതെങ്ങനെ മാറും എന്ന് എനിക്ക് ആദ്യമേ പറയാൻ പറ്റത്തില്ല. സോ ഞാനിത് പറഞ്ഞു തരാം, അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ എൻഡ് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഒന്നാമത്തത് ഫസ്റ്റ് ഈ ഒരു ചിത്രം ആണ് നമ്മൾ നോക്കാം. 3 ചിത്രം നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ, 3 ചിത്രം നിങ്ങൾ ഫുള്ളി നോക്കണം. സോ ഈ ഒരു വീഡിയോ ഫുള്ളി കാണാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉപകാരം ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചിത്രത്തിലോട്ട് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചിത്രം, ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കട്ടെ എന്താണ് നിങ്ങളുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു റീഡിങ് പോകുന്നത്. ഇതിലേതാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് നോക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു എനർജി ഏതെന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഒന്നാമത്തെ പൈലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒന്നിനോടും ഒരു പേഷ്യൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത്, ജോക്കറാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കളിക്കുന്നത് ജോക്കർ തന്നെയായിരിക്കും. നിങ്ങളെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും നിങ്ങളെ വെച്ച് ഭയങ്കരമായിട്ടും കളിച്ച് നെഗറ്റീവ് മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും നടക്കത്തില്ല. ടോട്ടലി നിങ്ങളെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് അടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും, അത് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ മാറ്റി മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദൃഢനിശ്ചയം ഇല്ലാതെ, ഒരു എനർജി ഇല്ലാതെ, ഭയങ്കരമായിട്ടും ലോസ്റ്റായി നിങ്ങളുടെ എനർജി കാർന്ന് തിന്നുന്ന രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, നെഗറ്റീവ് എനർജി, ഇമോഷൻ ലോസ്, ആൾക്കാർ കളിപ്പിക്കുന്നതിലുപരി നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ തന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒന്നാമത്തെ ഈ ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാർ. അതായത് നിങ്ങൾക്കൊന്നും പേഷ്യൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു ക്ഷമ കാണത്തില്ല, ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല, നത്തിങ് ആയിരിക്കും. നിങ്ങളുടെ എനർജി ബാക്കിയുള്ളവരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ എനർജി എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, നിങ്ങൾക്ക് ഒന്നിനോടൊരു ആഗ്രഹം ഉണ്ടാകത്തില്ല, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാകത്തില്ല, ജീവിതത്തിനോടൊരു ആഗ്രഹം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് അറിയാം ഫ്യൂച്ചറിൽ ഒരുപാട് സക്സസ് വരും, ഒരുപാട് തടസ്സങ്ങൾ എൻ്റെ മുന്നിലുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നിനും എനിക്ക് വേണ്ട, ചെയ്ത് മടുത്ത് എന്നുള്ള സിറ്റുവേഷനിലായിരിക്കും. നിങ്ങളെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങളിനി എങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാലും
നിങ്ങളെ ഒന്നും ചെയ്യാൻ വേണ്ടി നിങ്ങളെ ബ്രെയിനോ നിങ്ങളെ സോളോ സമ്മതിക്കില്ല. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ലോ എനർജി ആണെന്ന് അറിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ലോ എനർജി ആയിട്ടുള്ള ആൾക്കാർ വരാൻ വേണ്ടി ശ്രമിക്കും. നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ്, നെഗറ്റീവായിട്ടുള്ള എനർജീസ്, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വരും. നിങ്ങളൊന്ന് സക്സസ്സിലോട്ട് പോകണം എന്ന് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ഭയങ്കരമായിട്ടും പിന്നെയും ഡൗൺ എനർജി തന്നെ വന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ബ്രെയിൻ അറിയാം, നിങ്ങൾ ശീലിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ടോട്ടലി ഡൗൺ ആയിട്ടുള്ള എനർജിയാണ്. ആ സിറ്റുവേഷൻ, ആ ലൂപ്പ് മാത്രമേ നിങ്ങളുടെ സോള് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് സക്സസ് വേണം, എനർജി വേണം, എല്ലാം ചെയ്ത് ഇറങ്ങി എല്ലാം ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ സോൾ പിന്നെയും പിന്തിരിപ്പിച്ചിട്ട് നിങ്ങളുടെ നെഗറ്റീവിൽ തൊട്ട് തന്നെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ സോളെ ചെയ്യിപ്പിക്കും. അതിനെ അതിജീവിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. സോ ഇവിടെ ഞാൻ പറയണം, നിങ്ങൾ ഉള്ളിൽ കിടന്ന് ജോക്കറാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ, ജോക്കർ കാർഡാണ് അല്ലെങ്കിൽ ജോക്കറാണ് നിങ്ങൾ ഉള്ളിൽ കിടന്ന് നിങ്ങളെ കളിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സക്സസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസസും ഇല്ല. ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വന്ന്. നിങ്ങളിൽ നിന്നും എല്ലാം എടുത്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരും ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ ഫിസിക്ക്, നിങ്ങളുടെ സൗന്ദര്യം, അങ്ങനത്തുള്ള എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ കണ്ണീറും കമ്പയറും വരെ നിങ്ങളുടെ ലൈഫിൽ തന്നിട്ട് ഒന്നും അറിയാതെ നിങ്ങളെ ഭയങ്കരമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ ആ ലൂപ്പിൽ കൊണ്ടിടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോകും. ഒന്നാമത്തെ ഞാനിത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളത് റിയലൈസ് ചെയ്യണം, നിങ്ങളത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു എനർജിയിൽ നിന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തത്, നിങ്ങൾ ഒരുപാട് സൈലൻ്റായിട്ട് സഫർ ചെയ്യേണ്ടി വരും. നിങ്ങൾ വിചാരിക്കും നാളെ സമ്പാദ്യം കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും, അടുത്ത അതിൻ്റെ പിറ്റേന്ന് കിട്ടും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും, എല്ലാം അങ്ങനെ പോകും. സോ ഭയങ്കര പാടാണ് ഈ ഒരു ലൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പാട് സിറ്റുവേഷനാണ്. സോ നിങ്ങളുടെ കൂടെ നിന്ന് നിൽക്കുന്ന ആൾക്കാരെ വരെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ടുള്ള ഡൗൺ തരും. അവരുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരിൽ നിന്ന് പോലും നിങ്ങൾക്കൊരു പക്ഷേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കാരണം നിങ്ങൾ ലോ എനർജിയാണ്. നിങ്ങൾ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അവനത് കിട്ടിയാലും കുഴപ്പമില്ല, അവർക്കത് കിട്ടിയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ആ ഒരു മൈൻഡ് സെറ്റ് ആവും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ പോകും. സോ അത് ജോക്കറാണ് ഉള്ളിൽ കളിക്കുന്നതുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അത് ശരിയാവും, അത് ചെയ്താൽ ശരിയാവും, ഞാൻ അതിലോട്ട് ഇറങ്ങണം, അത് ശരിയത്തില്ല. ടെൻഷനായിരിക്കും, എപ്പോഴും ഒരു ആകുലതയായിരിക്കും, എപ്പോഴും ഒരു ആങ്സൈറ്റി ആയിരിക്കും. വേണ്ട, എല്ലാം ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, നാളത്തേക്ക് മാറ്റിക്കാം, അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും. കാരണം നിങ്ങളെ പറയിപ്പിക്കും. അവരിലോട്ട് എത്തി കാണുന്ന സമയത്ത് എന്താണ് പറയുന്നത്, ഇപ്പം ഒരു ഡ്രഗ് അടിക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തരുന്ന സമയത്ത് നിങ്ങൾ അതിലോട്ട് പോകും എന്ന് നിങ്ങളുടെ സോളിനറിയാം. അതിലോട്ട് തന്നെ കൊണ്ടിടിപ്പിക്കും. അങ്ങനെ എങ്ങനെ കൊണ്ടുപോയാലും നിങ്ങൾ ആ ലൂപ്പ് കട്ട് ചെയ്യണം. ആ ലൂപ്പ് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് മറക്കണം എല്ലാം കഴിഞ്ഞ് എല്ലാം നിങ്ങൾ റിലേഷൻഷിപ്പ് എല്ലാം കട്ട് ചെയ്ത് പോവാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി മെസ്സേജ് ഇടും. കാരണം എന്താണ്, യൂണിവേഴ്സും അതിന് സപ്പോർട്ടാണ്. കാരണം നിങ്ങളുടെ സോളും യൂണിവേഴ്സും തമ്മിൽ കണക്റ്റഡാണ്. നിങ്ങളുടെ മനസ്സും യൂണിവേഴ്സും തമ്മിൽ കണക്റ്റഡാണ്. സോ ഇത് നിങ്ങളെ മനസ്സും സോളും അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സും കളിക്കുന്ന ഒരു കളിയാണ്, ഒരു ഗെയിമാണ്. നിങ്ങളവിടെ എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങളവിടെ എങ്ങനെ സർവൈവ് ചെയ്യും എന്ന് മാത്രമേ യൂണിവേഴ്സ് നോക്കത്തുള്ളൂ. നിങ്ങളുടെ ലൂപ്പിൽ പിടിച്ചിട്ട് നിങ്ങളിവിടെ എങ്ങനെ സർവൈവ് ചെയ്യും, എങ്ങനെ മാറും എന്നുള്ളത് മാത്രമാണ് യൂണിവേഴ്സ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുക. എങ്ങനെ അതിജീവിക്കുന്നു, എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു, എങ്ങനെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഹോർമോൺസ് മാത്രമേ യൂണിവേഴ്സിന് അറിയത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങളുടെ സോള് ചുമ്മാ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ ആ ഒരു എനർജിയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരും. സോ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, മഴ പെയ്യുമ്പോഴായാലും വെയിലടിക്കുമ്പോഴായാലും തണുത്ത കാലാവസ്ഥയിലായാലും എല്ലാം ഒരേ മൂഡായിരിക്കും, ഒരേ സിറ്റുവേഷൻ. സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും സിനിമ കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് അല്ല ഒരാളുടെ സംസാരിക്കും, അങ്ങനെ അതായത് നമുക്കറിയാമല്ലോ മെൻ്റലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കും. നിങ്ങളുടെ എനർജി വേറൊരു വ്യക്തിക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കും. അതായത് മേ ബി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് മൂലമോ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുള്ളിൽ ജോക്കറാണ് അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് പണി നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ വഴിതിരിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് അതിലോട്ട് പോകണം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനത്തുള്ള ആര് നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുത്ത് കളയണം. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി റിലേറ്റീവ്സ് ആയാലും ആരാണോ നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്, അങ്ങനത്തുള്ള എല്ലാവരെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഒരു ലൂപ്പിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. അതായത് നിങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് അവിടെ തന്നെ പോകും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെ എത്തിപ്പെടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ട് നിർത്തുന്ന ഒരു എനർജി ഞാൻ നിങ്ങൾക്ക് ഫുള്ളി പറഞ്ഞു തരാം. ഫുള്ളി പറഞ്ഞു തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിത് മാറ്റാനും പറ്റും കേട്ടോ. ഞാൻ നിങ്ങളെ അധിക്ഷേപിച്ച് പറയുന്നത് ഒന്നുമല്ല, ആ ഒരു എനർജിയിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. സോ ആ ഒരു എനർജി ആയതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച്
നിങ്ങൾ നിങ്ങളെ ലൂപ്പിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരിക്കലും പൊട്ടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പോ കാര്യങ്ങളൊന്നും യൂണിവേഴ്സിൽ നിന്ന് തരും. ഓരോ കടമ്പകളും പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ കടമ്പകളും നിങ്ങൾക്ക് സെറ്റാക്കി തരത്തുള്ളൂ. അതെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകും. സോ ഇതിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും, 100% നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓറ പവർഫുൾ ആയി കഴിഞ്ഞാൽ, ആ ഒരു ലൂപ്പ് നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ലൂപ്പ് ടോട്ടലി കട്ട് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസും സിറ്റുവേഷൻസും നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലോ കരിയറിലാണെങ്കിലോ ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ എന്ത് സംസാരിക്കുന്നു, എന്ത് പറയുന്നു, ആരെയും നോക്കാണ്ട് ചെയ്യാൻ പറ്റുന്നോ, എപ്പം നിങ്ങളെ പേടി മാറ്റി, എപ്പം നിങ്ങളെ ലൂപ്പ് മാറ്റി നിങ്ങൾക്ക് കയറാൻ പറ്റുന്നു, ആ സമയം തൊട്ട് നിങ്ങൾ സക്സസ് ആയിരിക്കും. 100% ഉറപ്പാണ്. അതായത് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ തടസ്സങ്ങളെല്ലാം നിങ്ങൾ പോയ ലൂപ്പ് തന്നെ തിരിച്ചു പോവേണ്ടി വരും. നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ തന്നെ കർമ്മങ്ങളായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതെല്ലാം നികത്തേണ്ടി വരും. നല്ല കഷ്ടപ്പാടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ജോക്കർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറത്തുള്ളൂ എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ഇത് മാറും, ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻസ് മാറും, 100% മാറും. അങ്ങനെ അത് അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ടൈം പീരീഡാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള പ്രോബ്ലംസും സിറ്റുവേഷൻസും എല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് 100% ഗ്യാരണ്ടിയാണ്. സോ നിങ്ങൾക്ക് വിക്ടറി സക്സസ് വരും. അത് നിങ്ങളായിട്ട് ചെയ്യുന്നതല്ല, അത് യൂണിവേഴ്സലായിട്ട് നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് തരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് മടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് തോന്നുന്ന സമയത്ത് യൂണിവേഴ്സൽ തരും. അത് ഓപ്പർച്യൂണിറ്റി വരും. നിങ്ങൾ തന്നെ വിചാരിക്കാം, ഇത്രയും ഗതികെട്ടവനായാലും എനിക്ക് യൂണിവേഴ്സൽ തന്നല്ലോ, ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് തന്നല്ലോ. നിങ്ങളെ തന്നെ മാറ്റി മറിച്ചും കളിച്ചുകൊണ്ടിരിക്കും. അതായത് അങ്ങനത്തുള്ള സിറ്റുവേഷൻസിൽ പോകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് പൈൽ കാർഡിലോട്ട് പോകാം. രണ്ടാമത്തെ, അതായത് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാർ അടുത്തോട്ട് പോകാമേ. സെക്കൻഡ് കാർഡ്. ഓക്കെ, അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൈൽ. ഈ ഒരു അതായത് ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത്, അതായത് ഈ ഒരു ചിത്രത്തിൻ്റെ ക്യാരക്ടറാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഉള്ളിൽ ഓടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആ ഡിവൈൻ പവർ, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫ് ഈ ഒരു മെത്തേഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെയാണ് നിങ്ങളുടെ എനർജി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഈ ഒരു പൈൽ, ഒരു കിങ്, ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത ആൾക്കാരുടെ പക്കാ റീഡിംഗ് ആണ്. ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് മെയിൻലി ഇവിടെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഈഗോ ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള പൊസസീവ്നെസ് ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. സ്വയമേ ഒറ്റയ്ക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമായിരിക്കും. മറ്റുള്ളവർ രക്ഷപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും, ഞാൻ പറയുന്നത് തുറന്ന് പറയണം, ഞാൻ നിങ്ങളത് തുറന്ന് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം. സോ ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം, അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. അതൊരു പ്രോബ്ലമുള്ള കാര്യങ്ങളല്ല എന്നെ സംബന്ധിച്ച്. ഓക്കെ, അപ്പം പൊസസീവ്നെസ് ആയിരിക്കും. ആരും രക്ഷപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം. നിങ്ങളെക്കാളും മറ്റൊരാൾ രക്ഷപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു വീട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഗ്ലാമർ കൂടുന്ന സമയത്ത്, നിങ്ങളെക്കാളും എനർജി കൂടുന്ന സമയത്ത്, നിങ്ങളെക്കാളും ആ വ്യക്തി കഴിവുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും മുന്നിൽ നിൽക്കണം, എല്ലാത്തിനേക്കാളും ഫസ്റ്റ് ആയിരിക്കണം. ഞാനായിരിക്കണം എല്ലാത്തിലും ബെറ്റർ, ഞാനായിരിക്കണം എല്ലാത്തിലും ടോപ്പ് ലെവൽ എന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറി ആയിരിക്കും. എല്ലാത്തിനെയും അടിച്ചമർത്തി, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഭയങ്കരമായിട്ടും താഴ്ത്തി കെട്ടി നിങ്ങൾ ഉയരണം, നിങ്ങൾക്ക് മാത്രമേ സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പം അവനെ നശിപ്പിച്ചിട്ടായാലും നിങ്ങൾക്ക് കയറണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും. അതായത് ഈഗോ ഉണ്ടായിരിക്കും, പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കും, എനർജി വേരിയേഷൻസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരിക്കും. ചെറിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തന്നെ സഹിക്കാൻ പറ്റാതെ വിഷമിച്ചിട്ട് അതിനെ നേരിട്ട് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും, എത്ര വലിയ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ഇനി എത്ര കുഴിയിൽ വീണ് ചത്ത് മരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വാശി എന്ന് പറയുന്ന കാര്യത്തിന് വിട്ട് നിൽക്കത്തേ ഇല്ല ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ടെറിട്ടറി വിട്ടിട്ട് ഒരു സിറ്റുവേഷനെ ഞാൻ മറികടന്ന് പോകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ടെറിട്ടറി വിട്ടിട്ട് എനിക്ക് ബദലായിട്ട് ഒന്നും തന്നെ എന്ത് സംഭവിച്ചാലും എനിക്കത് നേടിയെടുക്കും എന്നുള്ള
പക്ക ഡിസിഷനാണ്. ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഡിസിഷനോ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അതീവ പവറുള്ള ആൾക്കാരാണ്. അതീവ പവർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സോളിനൊക്കെ ഭയങ്കരമായിട്ടുള്ള എനർജി ആയിരിക്കും. ആ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈനെയൊക്കെ, അതായത് വിധിയൊക്കെ ഭയങ്കരമായിട്ട് മാറ്റി എഴുതാൻ പറ്റിയ ആൾക്കാരാണ്. എത്ര വലിയ സിറ്റുവേഷൻ വന്നാലും എത്ര വലിയ പ്രോബ്ലംസ് വന്നാലും പിന്നെയും അവരതിനെ അതിജീവിച്ച് അതിനെ കടക്കണം. ആ ഒരു ലൂപ്പ് കടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഭയങ്കരമായിട്ടും പവർഫുള്ളായിട്ടുള്ള എനർജി ഉണ്ട്. ഭയങ്കരമായിട്ടും പവർഫുൾ എന്ന് കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രാജാവ് തന്നെയാണ്. അതായത് പവർഫുള്ളായിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ്. എത്ര വലിയ പ്രോബ്ലം വന്ന് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ്, പക്ക കോൺഫിഡൻസ് ആയിരിക്കും ഇവരെ സംബന്ധിച്ച്. ഭയങ്കര ഈ ഒരു എനർജി ഉള്ള ഒരാളെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഓറയായിരിക്കും. നിങ്ങളുടെ കൺട്രോളിലായിരിക്കും എല്ലാം വന്ന് നിൽക്കുന്നത്. ഒരു പരിധിവരെ നിങ്ങളെ ലൈഫിലേക്ക് അടുപ്പിക്കും, എല്ലാം ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നും ഒരുപാട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ ഈ ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ട്രസ്റ്റ് ചെയ്യും. കുറേ നാൾ കൂടെ കൂടിയതിന് ശേഷം മാത്രമേ മനസ്സറിഞ്ഞ് ട്രസ്റ്റ് ചെയ്യൂ. പക്ഷേ ഒരുപാട് നഷ്ടപ്പാടുകളും കാര്യങ്ങളും എല്ലാം നിങ്ങളിൽ നിന്നും ഉണ്ടാകും. ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. പെട്ടെന്ന് ഇമോഷൻ വന്ന് ഡൗൺ ആവും. മനുഷ്യൻ തന്നെയാണ്, അതായത് മനുഷ്യൻ്റെ ആ ഒരു എനർജി പ്രോസസ്സ്, ബ്രെയിൻ പ്രോസസ്സ് എല്ലാം തന്നെയാണ്. പക്ഷേ ആരെങ്കിലും ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നേരിടുന്ന വേറൊരു രീതിക്കായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള രീതിക്ക് ആയിരിക്കത്തില്ല. മനസ്സിൽ വൺ ടൈം ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്ത് വൺ ടൈം എന്തെങ്കിലും സിറ്റുവേഷൻസ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുപ്പിക്കത്തേ ഇല്ല. ലൈഫിൽ, ജീവിതത്തിൽ അടുപ്പിക്കത്തില്ല. സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ്. സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് എനർജി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ പരമായിട്ടുള്ള ഓറ, മനസ്സൊക്കെ ഭയങ്കര അതായത് കിങ് ആണ്. എന്ത് വാരിക്കോടി കൊടുക്കാൻ അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട്. പക്ഷേ ഈഗോ ഹർട്ട് ചെയ്യുക, പൊസസീവ്നെസ്, ഇതെല്ലാം കൂടെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുമായിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര പവർഫുള്ളായിരിക്കും സംസാരങ്ങൾക്കും. അതുപോലെ തന്നെ എന്താ പറയുക, കണ്ണിൻ്റെ നോട്ടം പോലും ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളായിരിക്കും. അതായത് എനർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്തായാലും, ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്ന സമയത്ത്, ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന സമയത്തായാലും ഇവരുടെ ഓറ, ഇവരുടെ എനർജി കൊണ്ടും ഇവരുടെ അടുത്ത് ഇങ്ങോട്ട് ആൾക്കാർ ഭയങ്കരമായിട്ടും ഇങ്ങോട്ട് വരുന്ന ഒരു എനർജിയാണ്. അതായത് എല്ലാം അതായത് എന്താ പറയുക, ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു മാൻ അല്ലെങ്കിൽ പവർഫുള്ളായിട്ടൊരു വുമൺ നടന്നു പോകുന്ന സമയത്ത് അവരുടെ ഒരു ഓറ ഉണ്ട്. അവർ ആരടുത്തും കോൺടാക്റ്റ് ചെയ്തില്ല, ആരടുത്തും സംസാരിക്കത്തില്ല, ആരടുത്തും ഒന്നും ചെയ്യത്തില്ല. പക്ഷേ അവരുടെ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പവർഫുള്ളായിട്ട് അവരുടെ ടെറിട്ടറി അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി, ഞാൻ തന്നെയാണ് എൻ്റെ രാജാവ്, എന്നെ കൺട്രോൾ ചെയ്യാൻ വേറെ ആരും ഇല്ല എന്നുള്ള അഹങ്കാരമൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകും കേട്ടോ. അഹംഭാവമൊക്കെ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. പക്ഷേ അത് ഭയങ്കര കാണാനും ഒക്കെ ഭയങ്കര അഴകാണ്. ആ അഹങ്കാരത്തിനൊക്കെ ഒരു പവർഫുള്ളാണ്. കാരണം കിങ്, ക്യൂൻ, അതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. അതായത് ആ അഹങ്കാരം കാണാനും ഒരു ഭയങ്കര ഫീലാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അന്തം വിട്ട് നിന്നു. ഒരു സാധാ മനുഷ്യനൊക്കെ ഫ്രണ്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്തം വിട്ടു പോകും. വാട്ടെ എനർജി, വാട്ടെ ഓറ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഇറ്റ്സ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു, നമ്മളിങ്ങനെ നമ്മൾ സിംഹമൊക്കെ വരുന്ന സമയത്ത്, കാട്ടില്ല രാജാവ് സിംഹമൊക്കെ വരുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ മാറില്ല. അതേ പവർ, അതേ ഓറയായിരിക്കും. നമ്മളൊരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ആ വ്യക്തി അടുത്തുനിന്ന് പോയി സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഓറ ഭയങ്കര പവർഫുള്ളാണെന്നുണ്ടെങ്കിൽ അവർ എനർജി എങ്ങനെയെങ്കിലും അവരത് മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടുപോകും. ആര് ഫ്രണ്ടിൽ വന്ന് നിന്നാലും അവർക്കൊന്നും ഇല്ല എന്നുള്ള തോന്നലായിരിക്കും. കാരണം അത്രത്തോളം എക്സ്പീരിയൻസ്, അത്രത്തോളം അനുഭവങ്ങളിലൂടെ അവരെ യൂണിവേഴ്സ് വരെ കടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരായിരിക്കും. അത്രയും എനർജി പവർഫുള്ളായിട്ട് കൊണ്ടുപോകും. ഒരാളെയൊക്കെ സംസാരിച്ച് വീഴ്ത്താനും അല്ലെങ്കിൽ ഒരാളെയൊക്കെ പറഞ്ഞ് വീഴ്ത്താനും, അല്ലെങ്കിൽ എന്താ പറയുക, റിലേഷൻഷിപ്പ് ഔട്ടാക്കുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡിൽ ആ ഓറയൊക്കെ അടിച്ച് മാറ്റി, അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡിൽ ഇവർക്ക് പ്രണയം നടിച്ച് അതിലോട്ട് കൊണ്ടുപോകാനും അത്രയും പവർഫുള്ളാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറാണ്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഈ ഒരു കിങ് ക്യൂൻ ക്യാരക്ടറാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനായിരിക്കും നിങ്ങൾ പോകുന്നത്. അതേപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഹോപ്പായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളെപ്പോഴും ഉയർത്താൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ട് ആൾക്കാർ ഇങ്ങനെ ഇടിച്ച് കയറിക്കൊണ്ട് വരും. നിങ്ങൾക്ക് കർമ്മ റിലേറ്റഡ് ആയിട്ട്, വിധിപ്രകാരം, ഡെസ്റ്റിനി പ്രകാരമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കും. അതായത് ഫെയിം ആവാം, ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെയിം വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം വിധിപ്രകാരം മാറുന്ന സിറ്റുവേഷൻസ് മാത്രമല്ല, നിങ്ങളുടെ ജാതകത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രം, അതുപോലെ തന്നെ നിങ്ങളുടെ ജനിച്ചത്, ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു കാറ്റഗറി പോകുന്നത് അല്ലെങ്കിൽ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള ഫൗണ്ടേഷനാണ്. എത്ര വലിയ ഇടിച്ചിൽ വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, കരിയറിലൊക്കെ നശിച്ച് നാറാണൊക്കെ എല്ലായിടത്ത് കുമിഞ്ഞ് താഴെ വന്ന് നിന്നാൽ പോലും ഈ വ്യക്തികൾ എങ്ങനെ വന്നാലും കയറിപ്പോകും എന്നുള്ള, കാരണം
അവരുടെ ബ്രെയിൻ അങ്ങനെ പ്രോസസ്സ് ചെയ്യൂ. കാരണം അവരുടെ ബ്രെയിൻ അങ്ങനെ പ്രോസസ്സ് ചെയ്ത് അവർ വെച്ചു. അവർ ഈ കോമാളി സിറ്റുവേഷൻസ്, ആദ്യം പറഞ്ഞ ജോക്കർ സിറ്റുവേഷൻസ് ഒക്കെ മേ ബി കഴിഞ്ഞ് വന്ന ആൾക്കാരായിരിക്കണം. ആ ഒരു സിറ്റുവേഷൻസ് കഴിഞ്ഞ് വന്ന്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്നാൽ മാത്രമേ ഈ ഒരു കാറ്റഗറിയിലോട്ട് കയറാൻ പറ്റൂ. അവരത് പണ്ടേ കഴിഞ്ഞ സിറ്റുവേഷൻസ് ആയിരിക്കണം. പക്ഷേ ഈ ഒരു ക്യാരക്ടറാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ജോക്കറല്ല, കിങ് ആൻഡ് ക്യൂനാണ് നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സോൾ ആയിട്ട് മാറി, നിങ്ങൾ ആ ഒരു ക്യാരക്ടറാണ്, നിങ്ങളുടെ ആ ഒരു എനർജിയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര പവർഫുള്ളായിരിക്കും നിങ്ങൾ ആർക്കും ഒന്നും വന്ന് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ അവർക്കേ പണിയുള്ളൂ. ഈ ഒരു കാറ്റഗറിയിൽ വന്ന് കണ്ണേറ് കമ്പയർ തന്നെ ദൃഷ്ടിദോഷമൊക്കെ വന്ന് വിട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിടുന്ന ആൾക്കാർക്ക് തിരിച്ച് ഓപ്പോസിറ്റ് അടിക്കുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ കണ്ണേറ് കമ്പയർ ദൃഷ്ടിദോഷം വിട്ടാലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരും. ഇത് നിങ്ങൾക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരാളെ കണ്ടിട്ട് ഞാൻ പറയില്ല, ഈഗോ പൊസസീവ്നെസ് എല്ലാം ഉള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങളും. പക്ഷെ നിങ്ങളൊരു ആളെ കണ്ണേറ് വിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ബാധകമായിട്ട് പിന്നീട് സമയം നിങ്ങൾ റിയലൈസ് ചെയ്യുമോ, അന്ന് ഞാൻ ചെയ്ത അതേ കണക്കാണ്. ഇത് ഡൗൺ ഉണ്ടാവും കേട്ടോ. അത് അതായത് ഇപ്പം നിങ്ങളൊരു 5 വർഷം ഭരിച്ച്, അല്ലെങ്കിൽ ഒരു 3 വർഷം ഭരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ രാജകീയമായിട്ടുള്ള സംഭവം വന്നതിന് ശേഷം നിങ്ങൾക്ക് താഴ്ച ഉണ്ടാവും. തിരിച്ച് അതേ ലൂപ്പിൽ തന്നെ പോവും. സിറ്റുവേഷൻ ജോക്കറിൻ്റെ ലൂപ്പിലോട്ട് തന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെയും സ്ട്രോങ് ആയിരിക്കണം. പക്ഷേ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്ന് വീഴുന്ന ഒരു ക്യാരക്ടറും അല്ല. സോ ഇവിടെ ഈ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ ഭയങ്കരമായിട്ടുള്ള അധികാരം വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കര കുരുട്ടുബുദ്ധിയായിരിക്കും. അതായത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കയറിപ്പോവും. എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു പ്രശ്നമുള്ള, വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാരായിരിക്കും. വലിയ ഒരു ബുദ്ധിയോ കാര്യങ്ങളോ ഇല്ലായിരിക്കും, വലിയ പേടിയും കാര്യങ്ങളോ ഇല്ലാത്തതിനും വ്യക്തമായ ഹോപ്പ് ഉണ്ടായിരിക്കും. ജീവിതത്തിന് ഹോപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കും. നിങ്ങളുടെ അടുത്തായിരിക്കും എല്ലാവരും വരുന്നത്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കും. നിങ്ങളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ഓറയെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ അടുത്തോട്ട് ആൾക്കാർ വരാനുള്ള ചാൻസസ് ഉണ്ട്. എത്ര വലിയ പ്രോബ്ലം വന്നാലും, എത്ര വലിയ സിറ്റുവേഷൻ, ഇപ്പം ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആദ്യം ഒരു തടസ്സം വരും, പിന്നെ ഒരു തടസ്സം വരും. ഈ തടസ്സങ്ങൾ എത്ര വലിയ തടസ്സങ്ങൾ വന്ന് പോയി കഴിഞ്ഞാലും ലാസ്റ്റ് ആ കാർ നിങ്ങളെ വീട്ടിൽ കൊണ്ട് ഇടും. അല്ലെങ്കിൽ ആ കാർ നിങ്ങളെ വീട്ടിൽ കിടക്കും, അല്ലെങ്കിൽ ആ വീട് നിങ്ങൾ വെച്ചിരിക്കും. അവസാനം നിങ്ങളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോലും നിങ്ങളെ കണ്ണും തുറന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ് കിങ്. ഇതെന്ന് പറയുന്നത് ഇത് ഇറ്റ്സ് എ ക്യാരക്ടർ. ഇതൊരു ക്യാരക്ടറാണ്. അതായത് ഇതെല്ലാവർക്കും ഉള്ള ക്യാരക്ടറാണ്. ഇത് 1, 2, 3 പേർക്ക് മാത്രം, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമുള്ള സ്വഭാവം. ഇതൊരു ക്യാരക്ടറാണ്. കിങ് ക്യാരക്ടർ, ജോക്കർ ക്യാരക്ടർ, അതുപോലെ തന്നെ അടുത്ത വരാൻ പോണ ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്യാരക്ടർ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം സോൾമേറ്റ് പോലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരും പ്രവർത്തിക്കും. കാർമിക് പരമായിട്ടുള്ള ആൾക്കാർ വരെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, കാർമിക് റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ, നിങ്ങളൊരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷൻ നിൽക്കുകയെന്ന് വിചാരിച്ചോ. നിങ്ങൾ കിങ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി വന്ന് നിങ്ങളെ അടിച്ച് തൊലിച്ച് നിങ്ങളെ പാഠം പഠിപ്പിച്ച് വ്യക്തമായി ആ അനുഭവം കൊണ്ട് നിങ്ങൾ ആ ഒരു നിലയിലെത്തി, എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻസ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, കാര്യങ്ങളെല്ലാം സിറ്റുവേഷൻസ് വെച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ട് പോകും. അപ്പം നിങ്ങൾ ആ സമയത്താണ് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾ ആരാണെന്ന്, എന്താണെന്ന്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്, നിങ്ങളുടെ ജേണി എന്താണ്, എല്ലാം നിങ്ങൾ അറിയുന്നത്. സോ ആ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ അടുത്ത ജേണിയിലോട്ട് കടക്കും. നിങ്ങളുടെ പർപ്പസ് എന്താണ്, മേ ബി ഇങ്ങനെ എന്തെങ്കിലും ഒരു ജനനായകൻ എന്നുള്ള സെറ്റപ്പിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു വലിയൊരു എന്തിൻ്റെങ്കിലും ഒരു നിയമനം നിങ്ങളുടെ ലൈഫിൽ വരും, ഒരു അധികാരം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ടാറോ കാർഡ് സ്പിരിച്വൽ, നമുക്കറിയാൻ പറ്റത്തില്ല എന്താണ് അവൻ്റെ തലയിൽ എഴുതിക്കുന്നത്, അല്ലെങ്കിൽ അവൻ പോകേണ്ട വഴി അല്ലെങ്കിൽ അവൾ പോകേണ്ട വഴി എന്താണെന്ന് കാർമിക്ക് പരമായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് കാണിച്ചു തരാനുള്ള ചാൻസസ് ഉണ്ട്. ടിൻ ഫ്ലെയിം, സോൾമേറ്റ്, സ്റ്റാർ സീഡ് ഒന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും വേണ്ട, നിങ്ങളുടെ മക്കൾ തന്നെ ജനിച്ചു വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമായിട്ട് മാറും. കാരണം നിങ്ങൾ കിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരുപാട് താഴ്ചയും പ്രശ്നങ്ങളും കാര്യങ്ങളില്ല, പക്ഷേ അവസാനത്തെ സ്റ്റേജിൽ നിങ്ങൾ അവിടെ എത്തിപ്പെടും. ഇവിടെ മേജറിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ സ്ട്രെങ്ത്. നിങ്ങൾ പോലും അറിയാത്തൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളെ കാപ്പാற்றிക്കൊണ്ടിരിക്കും. സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾ പോലും അറിയാത്തൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളെ ഭയങ്കരമായിട്ടും എന്താ പറയുക സംരക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര ഡൗൺ ആയി കഴിഞ്ഞാൽ, എത്ര വീഴണം അല്ലെങ്കിൽ എത്ര വീഴും എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വീഴ്ചയോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഒന്നും അല്ലാത്ത രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു ക്യാരക്ടറിലുള്ള ആൾക്കാർക്ക്
അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ ഈ ഒരു പടം കാണിച്ച ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഓക്കെ, ഈ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ റിയലൈസ് ചെയ്യുക, ഇതാണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ ഒരു എനർജിയാണോ എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജോക്കർ എനർജിയാണോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. മേ ബി നിങ്ങളെ ജോക്കർ ആ ഒരു എനർജി കഴിഞ്ഞതിന് ശേഷം മേ ബി ഇതിലോട്ട് കയറാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസസ് ഇല്ല. സോ നിങ്ങൾ തന്നെ നോക്കണം, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്യാരക്ടറാണ് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് വേണ്ടത്, നിങ്ങൾക്ക് ഏത് ക്യാരക്ടറിലോട്ടാണ് പോവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ജോക്കർ ആവണോ, കിങ് ആണോ, അടുത്ത വരാൻ പോണ ക്യാരക്ടർ ആവണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റും. ഓരോരുത്തരും ഓരോ ആൾക്കാരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു സെക്ഷനിലോട്ടും കാര്യങ്ങളിലോട്ടും എത്തുന്നത്. കാരണം എന്ന് പറയുന്നത് അതങ്ങനെയാണ്. സോ നമുക്ക് അടുത്ത ഫയൽ അല്ലെങ്കിൽ അടുത്തൊരു ചിത്രം സെലക്ട് ചെയ്ത അല്ലെങ്കിൽ അടുത്തൊരു ചിത്രത്തിലോട്ട് പോകാമേ. ഓക്കെ, അടുത്തതായിട്ട് മൂന്നാമത്തെ, അതായത് ഈ ഒരു കാർഡാണ് തേർഡ് ഫയൽ അല്ലെങ്കിൽ മൂന്നാമത്തെ കാർഡ്. ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഇതിപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ക്യാരക്ടറും നമ്മളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ക്യാരക്ടറാണ്. ഇതിൽ ഏറ്റവും മുൻതൂക്കം നമ്മൾ ഏതിനാണോ കൊടുക്കുന്നത് ആ ഒരു ക്യാരക്ടറായിരിക്കും, ഏതാണോ നമുക്ക് വേണ്ടത് അതിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പോകാം. അപ്പം ജോക്കർ ക്യാരക്ടർ അല്ലെങ്കിൽ കിങ് ക്യാരക്ടർ ആയാലും, അതുപോലെ തന്നെ കിങ് മേക്കർ ക്യാരക്ടർ ആയാലും. അതായത് മൂന്നാമത്തെ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് കിങ് മേക്കറാണ്. അതായത് കിങ്ങിനെ നമുക്കറിയാം, രാജാവാണ്, കിരീടം ഉള്ള രാജാവാണ്. ഈ കിരീടം ആര് വെക്കണം എന്ന് തീരുമാനിക്കുന്ന ആളാണ് കിങ് മേക്കർ. ആര് രാജാവാവണം എന്ന് തീരുമാനിക്കുന്ന ആളാണ് കിങ് മേക്കർ എന്ന് പറയുന്നത്. 0% ഈഗോ, 0% പൊസസീവ്നെസ്, നത്തിങ് ആയിരിക്കും. ഡിവൈൻ ആണ്, ഡിവൈൻ പവറുള്ളൊരു വ്യക്തിയായിരിക്കും, ഡിവൈനിറ്റി ആയിരിക്കും, ഭയങ്കര ചൈതന്യമായിരിക്കും. മനസ്സിൽ കുശുമ്പോ പുന്നായ്മയോ അഹങ്കാരമോ ഒന്നും ഉണ്ടാകത്തില്ല. എല്ലാം തന്നിലേക്ക് കൊണ്ടുവരും. പർപ്പസാണ്, സോൾ കോൺട്രാക്റ്റാണ് ഇത് എങ്ങനെ റിയലൈസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് നോക്കിയിരിക്കുന്നതും പ്രകൃതിയുമായിട്ട് അടിക്കുന്ന യൂണിവേഴ്സ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ നിയന്ത്രണം അവളുടെ കയ്യിലും അവൻ്റെ കയ്യിലും ആയിരിക്കും. ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവത്തേ ഇല്ല. അവൻ തന്നെ അല്ലെങ്കിൽ അവൾ തന്നെ ആയിരിക്കണം ഇൻസ്പിറേഷൻ. സ്വയമേ അവനായിട്ട് തന്നെ ഇൻസ്പിറേഷനാവും. ഇപ്പം ഞാനാണ് ആ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് ഇൻസ്പിറേഷൻ. വേറെ ആര് വന്ന് എന്ത് ചെയ്തിട്ട് ഒന്നും എത്ര വലിയ രാജാവ് വന്ന് ഇനി എത്ര വലിയ മല മറിച്ചും വന്ന് ഫ്രണ്ട് ചെയ്യുന്ന എന്ത് കാര്യം ചെയ്താലും ഇൻസ്പിറേഷൻ ആവത്തില്ല. അവൻ്റെ ഉള്ളിൽ അവൻ തന്നെയാണ് ഇൻസ്പിറേഷൻ, അവൻ്റെ സോള് തന്നെയാണ് ഇൻസ്പിറേഷൻ. സോള് ഭയങ്കര കടുംപിടുത്തക്കാരനായിരിക്കും, ഭയങ്കര അവേക്കനിങ് ആയിരിക്കും. ഇറ്റ്സ് എ അവേക്കനിങ് സിറ്റുവേഷൻ. ഞാൻ കാർഡ് എടുക്കാം, ഞാനതിനെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ടൊന്ന് പറഞ്ഞുതരാം. അവേക്കനിങ് ആയിരിക്കും, ഭയങ്കരമായിട്ടുള്ള ഡിവൈൻ പവർ ആയിരിക്കും. എന്തിനേയും ആകർഷിക്കാനും നത്തിങ് ആയിരിക്കും. എന്ത് ലൈഫിൽ നിന്നും നഷ്ടപ്പെട്ടാലും, എന്ത് ലൈഫിൽ നിന്നും പോയി കഴിഞ്ഞാലും ഒന്നുമല്ല. കാരണം മേളിലെ ആകാശം താഴെ ഭൂമി, ഇത് തന്നെയായിരിക്കും ചിന്ത. മേളിലെ ആകാശം താഴെ ഭൂമി, ഡീപ്പ് ചിന്തയായിരിക്കും. പ്രോസസ്സ് ചെയ്യുന്ന എനർജി ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യുന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനും മുകളിലുള്ള ചിന്തയായിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പ്രോസസ്സിലോ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് മൂന്നും നമ്മുടെ ലൈഫിൽ ഓരോരുത്തരുടെയും ബ്രെയിനിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഓരോരുത്തരെയും നമ്മൾ ഈ ഭൂമിയിൽ എല്ലാവരും ഈ ഭൂമിയിലുള്ള ആൾക്കാരാണ്. ഞാൻ തന്നെയാണ് നിങ്ങളും, നിങ്ങൾ തന്നെയാണ് ഞാൻ. സോ എനിക്ക് ഈ 3 ക്യാരക്ടർ ഞാനും ഈ 3 ക്യാരക്ടറിലൂടെ പോയിട്ടുള്ള ആളാണ്. നിങ്ങളും ഈ 3 ക്യാരക്ടറിലൂടെ പോയിട്ടുള്ള ആളാണ്. സോ നിങ്ങളുടെ ലൈഫിൽ കറൻ്റ്ലി ഏത് ക്യാരക്ടറാണ് ഓടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് വേണ്ടത് എന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്യാരക്ടറെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതായത് ജോക്കർ ക്യാരക്ടർ വേണോ, അതുപോലെ തന്നെ എന്താ പറയുക കിങ് ക്യാരക്ടർ വേണോ, അതുപോലെ തന്നെ എന്താ പറയുക കിങ് മേക്കർ ക്യാരക്ടർ വേണോ, നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണോ വേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ലൈഫിൽ ഓടുന്നതെന്നുണ്ടെങ്കിൽ സീരിയസ്ലി എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ
ഈ ഒരു ക്യാരക്ടർ നിങ്ങളോട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങളൊന്നും തിരിഞ്ഞു മറിഞ്ഞ് നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവത്തില്ല. ഫുള്ളി നിങ്ങളുടെ കാര്യം നോക്കുന്ന ഡിവൈനായിരിക്കും. ഒന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെയും ലൈഫിൽ ഓരോ ക്യാരക്ടർ കയറിപ്പോവും, പല സിറ്റുവേഷൻസ്, പല ജീവ സാഹചര്യങ്ങളോട് കയറിപ്പോവും. പക്ഷേ നിങ്ങൾ ഏത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, നിങ്ങൾ ഏത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിലാണ്. നിങ്ങൾ അതിജീവിച്ച് ഈ ഒരു ക്യാരക്ടറിനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് യൂസേജ്. ഓക്കെ. ഒന്നാമതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പാഷനേറ്റീവ് ആയിരിക്കും. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം വേറൊരാൾ വേണ്ട നിങ്ങൾക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരാൾ വന്ന് വേണ്ട നിങ്ങൾക്ക്. മനസ്സമാധാനവും സന്തോഷൻസും ഈവൻ സെക്ഷൽ ഫീലിങ്സ് പോലും, കാമം പോലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ആവശ്യം വേണ്ടി വരില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ഫീലിങ്സ് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും, ഹോർമോൺസ് ആയാലും സാറ്റിസ്ഫാക്ഷൻ ആയാലും മാനസികപരമായിട്ടുള്ള സന്തോഷമായാലും മാനസികപരമായിട്ടുള്ള ഉല്ലാസമായാലും ഒക്കെ നിങ്ങളുടെ സോള് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങളുടെ സോള് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സേ പവർഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതായത് നിങ്ങൾക്കറിയാം, കിങ് എന്ന് പറയുന്ന രാജാവിൻ്റെ തലയിൽ ആ കിരീടം വെക്കണമെന്ന് തീരുമാനിക്കുന്ന ആളാണ്. സോ അത്രയും പാഷനേറ്റ് ആയിരിക്കും. വേറൊരാൾ വന്ന് വേണ്ട ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനും, വേറൊരു കാര്യം ഒരുത്തം വന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ട ഒരാളല്ല. എല്ലാം പ്രാക്ടിക്കലി യൂണിവേഴ്സലുമായിട്ട് ചേർന്ന് നിന്ന് ഭയങ്കര യൂണിവേഴ്സിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ ഫീലിങ്സും വരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജി. അതായത് ഭയങ്കര ഫീലിങ്സാണ്. പ്രണയം തോന്നുന്നത് ഈവൻ കാറ്റിൻ്റെ കൂടെയും മരത്തിൻ്റെ കൂടെയും അത്രയും ഫീലിങ്സാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രണയിക്കാൻ ഒരു പെണ്ണോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ ജസ്റ്റ് പ്രണയിക്കാൻ ഒരാണോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരും. ആ പ്രണയത്തിൻ്റെ ഫീലിങ്സ് വരെ വ്യക്തമായിട്ട് യൂണിവേഴ്സ് കയ്യിൽ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഗെയിം, അതായത് എന്താ പറയുക, ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് വിധിനെയൊക്കെ കീറി മുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വ്യക്തി പറയുന്ന രീതിക്ക് വിധി മാറും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത്, ഇത് ഭയങ്കര പാടാണ്. ഈ ഒരു ക്യാരക്ടറിലോട്ട് വരാൻ ഭയങ്കര പാടാണ്. ജോക്കറിലോട്ടൊക്കെ വന്ന് കിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് സ്പിരിച്വാലിറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് കൈവരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കൈവരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. നിങ്ങൾക്ക് ഭയങ്കര, അതായത് എന്ത് വേണമെങ്കിലും ഈ വ്യക്തി ആർക്ക് വേണമെങ്കിലും കൊടുക്കും. കാരണം ആ വ്യക്തിക്ക് അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാകും, എല്ലാം നഷ്ടമാവാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും. ഒന്നും ആർക്കും വേണ്ടിയിട്ട് അതായത് ഇന്നത് പ്രതീക്ഷിച്ച് കൊണ്ടൊന്നും ചെയ്യത്തില്ല. ഒന്നും പ്രതീക്ഷിച്ച് കൊണ്ട് ആർക്കും വേണമെന്ന്, കാരണം അറിയാം എത്ര വലിയ സിറ്റുവേഷൻ കൊണ്ട് പോയി കഴിഞ്ഞാലും അവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ അത് വന്നെത്തും. അവന് വേണ്ടിയുള്ളതാണ്, അവൾക്ക് വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ വന്നെത്തും. കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളും കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളും ഈവൻ ഭയങ്കര നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ വലിയ ട്രോമാസും വലിയ വലിയ ഇഷ്യൂസും ചെറുപ്രായത്തിലേക്ക് കടന്നു പോകേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു ജേണിയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എത്തത്തുള്ളൂ. നിങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ക്യാരക്ടർ എത്തും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഡിവൈൻ പവർ നിങ്ങളുടെ ലൈഫിൽ എത്താൻ ചാൻസസ് ഉണ്ട്. അപ്പം അതായത് ആളിക്കത്തുന്ന ഫയർ ആയിരിക്കും. അതായത് എനിക്കെന്തോ ഇവിടെ ചെയ്യാനുണ്ട്, ഭൂമിയിൽ വന്നിട്ട് എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വ്യക്തമായിട്ടുള്ള നിലപാടായിരിക്കും. നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊരു വ്യതിചയനം ഉണ്ടാകത്തില്ല. ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പോകും. സ്വന്തം വാക്കിന് 100% വില കാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ സോളായിരിക്കും. മനസ്സ് എന്ന് പറയുന്ന സാധനം കാണാൻ ഭയങ്കര ചാൻസസ് കുറവാണ്. മനസ്സാക്ഷിയൊന്നും കാണത്തില്ല. യൂണിവേഴ്സൽ അനുസരിച്ച് ഒരുമിച്ച് നിന്ന് തീരുമാനം എടുക്കുന്ന പവർഫുള്ളായിട്ടുള്ള തീരുമാനങ്ങൾ, സ്വന്തം വിജയത്തിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും ജീവൻ പറിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. കർമ്മ കാര്യങ്ങളൊന്നും ഈ വ്യക്തിയുടെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ചടി ഉറപ്പാണ്, 100% കർമ്മ ഉറപ്പാണ്. ഇൻസ്റ്റൻറ്റ് കർമ്മ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും കിങ് മേക്കർകാർ. അതായത് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിനപ്പം തന്നെ തിരിച്ചു കിട്ടും. ഒരു കാലത്ത് ഫുള്ള്, അതായത് ഒരു ടൈം പീരീഡിൽ ഒരു ടൈം പീരീഡിൽ കുറേ കുറ്റങ്ങൾ ചെയ്ത് അവസാനം കൊണ്ടൊന്ന് അനുഭവിക്കുക, അല്ലെങ്കിൽ ഒരു ജന്മം ഫുള്ള് തെറ്റ് ചെയ്തിട്ട് അടുത്ത ജന്മം ഒന്ന് അനുഭവിക്കുകയല്ല. ഇൻസ്റ്റൻറ്റ് കർമ്മമാണ്. ഇപ്പോൾ ചെയ്യുന്നു, ഇപ്പോൾ വാങ്ങുന്നു, ആ ഒരു സിറ്റുവേഷനാണ്.
സോ അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറാണ്. ഭയങ്കര പാഷനേറ്റീവ് ആയിരിക്കും, ഫയറാണ്, ഉള്ളിൽ തീയാണ്, എപ്പോഴും ആളിക്കൊണ്ടിരിക്കും, എനിക്കെന്തോ ചെയ്യാനുണ്ട്, ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും, ഉള്ളിലിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും, എന്തോ ഒരു സാധനം ഇങ്ങനെ ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഒരു ഒരു എനർജി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എനർജി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ബ്രെയിൻ എപ്പോഴും പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചിന്തകളായിരിക്കും, ഭയങ്കരമായിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കണക്ക് തോട്ട്സോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. ഈ വ്യക്തി മൂലം ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ രക്ഷപ്പെടും. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ കിങ് മേക്കർ മുഖേന ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ രക്ഷപ്പെടും. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചുമ്മാ രക്ഷപ്പെടുകയൊന്നുമല്ല, ചുമ്മാ അല്ലറ ചില്ലറ കളിയൊന്നുമല്ല, വൻ രീതിയിലായിരിക്കും രക്ഷപ്പെടുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, രാജാവാക്കി മാറ്റാൻ പറ്റുന്ന വ്യക്തിയാണ്. അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്, ഡിവൈൻ, അതായത് ദൈവം ഇറക്കി വിട്ടിരിക്കുന്ന ആളാണ്, ദൈവം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ഓറ, എനർജി, സ്നേഹമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്ത് സ്നേഹമാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ എന്ത് എനർജിയാണ് ആ വ്യക്തിയുടെ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കോൺഫിഡൻസ്, ആ വ്യക്തിയുടെ ലൂപ്പിൽ ഭയങ്കര നമ്മൾ അലിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു എനർജിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കംഫർട്ട് സോൺ. കറണ്ട് പോയി, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കറണ്ട് പോയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ നിങ്ങളിലോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജി, ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് യൂസേജ് ഉണ്ടാകും. യൂസേജ് എന്ന് പറയുന്നത്, നിങ്ങൾ മുഖേന ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ലക്ഷ്യത്തിലോട്ടും, അവരുടെ കരിയർ, ഫിനാൻസ്, അവർക്ക് ഒരുപാട് മെച്ചം ഉണ്ടാകുന്നതിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരാനുള്ള ചാൻസസ് ഉണ്ടാകുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇവിടെ മേജർ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ടൈം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലോട്ട് നിങ്ങൾ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മെയിൻ ഒരു എനർജി എന്ന് പറയുന്നത് റെക്കഗ്നൈസേഷൻ, റിവാർഡാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും എനർജിയും റിവാർഡും നിങ്ങളെ തേടി ഇങ്ങോട്ട് വരാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ആരുടെടുത്തും അങ്ങോട്ട് പോവേണ്ട ഒരു ആവശ്യമോ ഒന്നുമില്ല. നിങ്ങളെ കണ്ട ആൾക്കാർ ഇങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങളുടെ കാർമിക്ക് പരമായിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നിങ്ങൾ വെറുതെ പൊയ്ക്കൊണ്ടിരുന്നാൽ മാത്രം മതിയാവും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. കാര്യങ്ങൾക്കോ ഒരു തടസ്സം വരാനുള്ള ഒരു ചാൻസും ഇല്ല. നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിൽ ഇറങ്ങുന്ന സമയത്തിലായാലും തടസ്സങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പക്ഷേ അത് നിങ്ങൾക്കത് മൈൻഡ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് തടസ്സം എന്ന് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൂപ്പിൽ പെട്ടുപോയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ആ തടസ്സം, എന്താണ് ആ പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ചുമ്മാ തട്ടി കളയാൻ പറ്റും. നിങ്ങളുടെ മൈൻഡ് കൊണ്ട് തന്നെ തട്ടി കളയാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഒരു നിങ്ങൾക്കത് വെറുതെ ഇത് എനിക്കറിയാം, ഐ നോ ദാറ്റ് എന്നുള്ള ഫീല് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ദ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവേക്കനിങ് ആയിരിക്കും. അതായത് എല്ലാത്തിനെ കുറിച്ചും ഭയങ്കരമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ഭയങ്കര അവേക്കനിങ്ങും, അതായത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, അതിന് പുറമേ ഉള്ള കാര്യങ്ങൾ വരെ, അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്, നിങ്ങളുടെ കണക്ഷൻ, നിങ്ങൾ ആരാണ്, വേറൊരാൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ പോലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആളുടെ ക്യാരക്ടർ മനസ്സിലാവും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇൻറ്റൻഷൻ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈൻഡ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ചതിക്കോ ചീറ്റിംഗ് എനർജിയാണോ, ആളുടെ ക്യാരക്ടർ എന്താണ്, ആളുടെ സ്വഭാവം എന്താണ്, ആളുടെ മനസ്സെന്താണ്, എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇറ്റ്സ് എ വെരി പവർഫുൾ അവേക്കനിങ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. അതായത് നിങ്ങൾക്ക് ഡിവൈനുമായിട്ടായിരിക്കും കണക്ഷൻ. നിങ്ങളിവിടെ നിങ്ങൾക്ക് പുറമേ കാണുന്നൊരു വ്യക്തിയല്ല. അതായത് ഇപ്പം നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി, നിങ്ങൾ കണ്ണാടി പോകുമ്പോൾ കാണുന്നൊരു വ്യക്തിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ കണ്ണും മൂക്കും ഡ്രസ്സും ഇട്ട് നിങ്ങളുടെ ചുരിദാറും അല്ലെങ്കിൽ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് നിൽക്കുന്ന വ്യക്തിയല്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തി. നിങ്ങളുടെ ഉള്ളിലൊരു ക്യാരക്ടറുണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു വ്യക്തിയുണ്ട്. അതിനെ നിങ്ങൾ എപ്പോൾ കാണുന്നു, അതിനെ നിങ്ങൾ എപ്പോൾ റിയലൈസ് ചെയ്യുന്നു, അപ്പോഴേ നിങ്ങൾ അവേക്കനിങ് ആവത്തുള്ളൂ. സോ അതാണ് അവേക്കനിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിൽ പുറമേ കാണുന്ന സൗന്ദര്യ കാര്യത്തിലോ മനസ്സിലോ ഒന്നും ഒരു കാര്യവുമില്ല. ഇപ്പം കറുത്ത ഒരാളാണെന്നുണ്ട്, കറുപ്പും വെളുപ്പും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ കറുത്തൊരാൾക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു മാലാഖയായിരിക്കും. വെളുത്തൊരാളുടെ ഉള്ളിൽ കിടക്കുന്ന ചിലപ്പോൾ കറുത്ത അളിഞ്ഞു പൊളിഞ്ഞ് ഒന്നിനും കൊല്ലാത്തൊരു ഉപയോഗമില്ലാത്തൊരു ശൂന്യമായിട്ടുള്ള ഭയങ്കര ഗ്ലാമറൊക്കെ ആയിരിക്കും. പക്ഷേ ഈഗോ, മനസ്സ്, അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ യൂസേജ് ഇല്ലല്ലോ. കാരണം യൂണിവേഴ്സിന് യൂസേജ് ഇല്ല, അവർക്കും യൂസേജ് ഇല്ല. അപ്പം ക്യാരക്ടർ, പക്ഷേ വെളുത്തൊരാളുടെ ഉള്ളിലും മാലാഖ കാണും, നല്ല മനസ്സാണെന്നുണ്ടെങ്കിൽ. സോ അവേക്കനിങ് ആയിരിക്കും, ഭയങ്കരമായിട്ടും അവേക്കനിങ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറും. ഡിവൈൻ ഇതിനൊക്കെ എല്ലാത്തിനും സപ്പോർട്ട് ആയിട്ട് നിൽക്കും കേട്ടോ.
ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്നപ്പോൾ എപ്പോഴും സെലിബ്രേഷൻ മൂഡായിരിക്കും. അതായത് ഏത് ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും എന്ത് സിറ്റുവേഷന് പോയി കഴിഞ്ഞാലും എപ്പോഴും ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ മൂഡായിരിക്കും. ലൈഫ് എപ്പോഴും ഒരു ഹാപ്പിനെസ്സും ലൈഫ് എപ്പോഴും ഒരു എൻജോയ്മെൻറ്റും സക്സസ്സും എപ്പോഴും കൂടെ ഒരുപാട് ആൾക്കാർ, കാരണം എപ്പോഴും ആൾക്കാർ ഇരിക്കണം, എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ ആൾക്കാർ സന്തോഷിക്കണം, എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ ഒരു ഓറ വലയം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ബിസി ആയിരിക്കും, തിരക്കായിരിക്കും. ഒന്നിനും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫീലിങ്ങോ ഇറിറ്റേഷൻ ആയിട്ടുള്ള ഫീലിങ്ങോ റിഗ്രറ്റ് ആയിട്ടുള്ള ഫീലിങ്ങോ ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല. എപ്പോഴും ഒരു വലയം, ഒരു ബൾക്ക് ഓഫ് പോസിറ്റീവ് വലയം അല്ല ആൾക്കാർ ഈ വ്യക്തിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഇങ്ങനത്തുള്ള ക്യാരക്ടറിൽ ഈ ഒരു അതായത് നമ്മളുടെ എന്താ പറയുക ഗെയിം ചേഞ്ചർ, അതായത് നമ്മളുടെ ഈ ഒരു ക്യാരക്ടറിലോട്ട് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം ഈ കിങ് മേക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറാണ് നമ്മളെ നിയന്ത്രിക്കുന്നു എന്നുണ്ടെങ്കിൽ, ആ ഒരു ക്യാരക്ടറാണ് നമ്മളെ ഉള്ളിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് നമ്മുടെ ലൈഫിലോട്ട് ഫിനാൻസ് വരാൻ വേണ്ടി തുടങ്ങും. മെറ്റീരിയൽ സ്പിരിച്വൽ പ്രോസ്പെരിറ്റി നമുക്ക് ഒരുപാടാണ്. നമ്മൾ പോലും വിചാരിക്കത്തില്ല എങ്ങനെ പണം നമ്മുടെ ലൈഫിലോട്ട് വരുന്നു, എങ്ങനെ പണം നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആകുന്നു. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ വീട്ടിലിരുന്നാൽ തന്നെ പണം നമ്മളെ തേടി ഇങ്ങനെ ചുമ്മാ വന്നുകൊണ്ടിരിക്കും. ഒരു പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പർപ്പസ്, ആ ഒരു ഇപ്പം നമുക്ക് ഓരോ സ്റ്റേജ് ഉണ്ടാവും, ഓരോ ടൈം പീരീഡിലും ഓരോ സിറ്റുവേഷനും ഓരോ സ്റ്റേജ് ഉണ്ടാവും. അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് യൂണിവേഴ്സിൽ തന്നെ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ കയറുന്ന എനർജി, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കിങ് മേക്കറാണ്. സോ അതുകൊണ്ട് തന്നെ അപ്പം നമ്മളെ വെച്ച് ആരും കളിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കിങ്ങാണ്, നമ്മളെ കിങ് ആക്കാൻ വേണ്ടി ആരും ശ്രമിക്കും. നമ്മളാണ് നമ്മളെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ എനർജി, നമ്മുടെ സോള്, നമ്മളെ ആത്മാവാണ് നമ്മളെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് പോകുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പർപ്പസിലോട്ട് നമുക്ക് എത്താൻ പറ്റും. സോ ചൂസ് ന്യൂ ഡയറക്ഷൻ. ആരും പോകാത്ത വഴിയും ആരും സഞ്ചരിക്കാത്ത വഴിയും ആരും കാണാത്ത കാഴ്ചകളും ആരും എക്സ്പീരിയൻസ് ചെയ്ത സിറ്റുവേഷൻസും ആരും ഈ ലോകത്ത് വന്നിട്ട് എൻജോയ് ചെയ്യാത്ത, ഫീൽ ചെയ്യാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത, കാണാത്ത ഒരുപാട് എക്സ്പീരിയൻസിലോട്ട് പോകാൻ പറ്റും. പക്ഷേ അത് ആൽഫ മെയിലായിരിക്കണം, അല്ലെങ്കിൽ ആൽഫ ലേഡി ആയിരിക്കണം. ഒറ്റയ്ക്കായിരിക്കണം പോകേണ്ടത്. മറ്റൊരാളെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അങ്ങനെ കിങ് മേക്കർ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയാണ് ആൾ കളിക്കുന്നത്. മറ്റൊരാളുടെ ചിന്തകളോ മറ്റൊരാളുടെ കാര്യങ്ങളോ ഒന്നും, അല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സോ മറ്റൊരാളുടെ ചിന്തകളിലോ ഒന്നും വീഴത്തില്ല. സ്വന്തമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തേടി പോകുന്ന, സ്വന്തം ലക്ഷ്യം എന്താണോ അതിലോട്ട് മാത്രമായിരിക്കും പോകുന്നത്. വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കത്തില്ല. സ്വന്തം ക്യാരക്ടർ എന്താണോ, സ്വന്തം സിറ്റുവേഷൻസ് എന്താണെങ്കിലും, സ്വന്തം എന്താ പറയുക, യൂണിവേഴ്സിനനുസരിച്ചും യൂണിവേഴ്സ് തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പോകുന്ന ഒരു ക്യാരക്ടറായിരിക്കും. സോ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇതിന് പുറമെ നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പാസ്റ്റ് ലൈഫിലായിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടുള്ള ഒരുപാട് കർമാസ്, നിങ്ങൾ ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം തരണം ചെയ്ത് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള എനർജിയൊക്കെ ലോസാക്കി നിങ്ങൾ വീണ് തളർന്ന് കിടന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് എനർജിയാണ് എല്ലാം. നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അടുത്തൊരു എനർജി എന്താണ്, അടുത്ത ലൈഫിലോട്ട് പോവേണ്ട എനർജി എന്താണ്, എല്ലാം നിങ്ങൾക്ക് ടോട്ടലി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന ആൾ, ഈഗോ, പൊസസീവ്നെസ്, നിങ്ങളുടെ സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇതെല്ലാം മാറി നിങ്ങൾ ഈ ഒരു ക്യാരക്ടറിലോട്ട് എപ്പം മാറുന്നു, ഒരു ട്രാൻസ്ഫർമേഷൻ, നിങ്ങൾ എന്ന് പറഞ്ഞ ബ്ലാക്ക് എനർജി, നിങ്ങൾ എന്ന് പറയുന്ന മാസ്കിനെ നിങ്ങൾ എന്ന് ഊരി മാറ്റുന്നു, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ, അതായത് നിങ്ങളുടെ മുഖമോ കാര്യങ്ങളോ, നിങ്ങളുടെ പുറമേ കാണുന്ന സൗന്ദര്യം, പുറമേ കാണുന്ന അല്ലാണ്ട് നിങ്ങളുടെ ഇന്നർ എപ്പോൾ മനസ്സിലാക്കുന്നു, ആ ഒരു സമയം തൊട്ട് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ തുടങ്ങും. ആ ഒരു സമയം തൊട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ വേണ്ടി തുടങ്ങും. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കിതിൽ നിന്നും ഏത് ക്യാരക്ടറാണ് നിങ്ങളെ ഇപ്പം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ജോക്കർ ആയിരിക്കും, ചിലപ്പം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ, ചിലപ്പോൾ കിങ് ആയിരിക്കും, നിങ്ങൾ രാജാവാണ്, ആ ഒരു സെറ്റപ്പ്, ചിലപ്പോൾ കിങ് മേക്കർ ആയിരിക്കും. മേ ബി നമുക്ക് പറയാൻ പറ്റില്ല. കിങ് മേക്കറിൽ നിന്നും എത്താൻ നല്ല പാടാണ്. അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം തരണം ചെയ്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങൾ ചുമ്മാ പ്രൊവൈഡ് ആയിക്കൊണ്ടിരിക്കും ഇങ്ങോട്ട്. അതായത് പണമായാലും ഫിനാൻസ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ആൾക്കാരെ മനസ്സിലാകുന്ന രീതിയായാലും എല്ലാം, മൈൻഡ് പരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ആയാലും സിറ്റുവേഷൻസ് ആയാലും എല്ലാം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അത് സ്പിരിച്വൽ ലെവലിലുള്ള കാര്യങ്ങളല്ല, സ്പിരിച്വൽ ലെവലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. സോ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ, വെറുതെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓക്കെ ആവാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരണം. സോ ഇനി നിങ്ങൾ ഓക്കെ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോട്ട് കാണാം. ഇത് ജസ്റ്റ് ഒരു റീഡിംഗ് അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇത് ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ഇവിടം വരെ വന്ന ആൾക്കാർക്ക് കാര്യം കത്തും. 1ഉം 2ലും സ്കിപ്പ് ചെയ്ത് പോയവർക്ക് ഒന്നും കത്തത്തില്ല. അവസാനം വരെ കണ്ടിരുന്നവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. സോ ഇത്രയുള്ള റീഡിങ്. അടുത്തൊരു വീഡിയോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.